കൊച്ചു പിള്ളേർ ഈ പട്ടിയൊക്കെ ഉറങ്ങിക്കിടക്കുമ്പം കടിക്കുന്ന പട്ടിയായിരിക്കും, അതിന് കല്ല് വലിച്ചെറിയും. ആ കല്ല് വലിച്ചെറിയുമ്പോൾ പട്ടി ഒന്ന് ചാടി എണ്ണിച്ചിട്ട് ഇപ്പോഴത്തേന് കുറച്ചുകൊണ്ടൊരു ചാട്ടമുണ്ട്. അപ്പോഴത്തേന് ഇതുങ്ങൾ ഓടി രക്ഷപ്പെടും. കാരണം ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയി കടി മേടിക്കുന്ന അവസ്ഥയാണ് ഈ കുട്ടികളുടെ. അതുപോലെ തന്നെയാണ് ഇന്ന് ബിഗ് ബോസിൽ സംഭവിച്ചത്. അപ്പാനി ശരത്തും ഗ്യാങ്ങും അവർ കുറച്ച് പേരുണ്ട്, 3-4 പേരുണ്ട്. അവരെന്തൊക്കെയോ വലിയ സംഭവമാണെന്നുള്ള ധാരണയിലാണ് അവർ നടക്കുന്നത്. പ്രത്യേകിച്ച് ഗുണ്ടകൾ എന്നുള്ള ലിസ്റ്റിലാണ് ഇവർ പെടുന്നത്. അവർ നമ്മുടെ ജിഫേലിനെ എങ്ങനെയെങ്കിലും ഒന്ന് ആക്റ്റീവാക്കണം എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. ആക്റ്റീവാക്കാൻ വേണ്ടി ജിഫേലിൻ്റെ അടുത്ത് സംസാരിച്ചു. ജിഫേൽ ഇങ്ങനൊന്നും ആയ പോരാ, ഇങ്ങനെ മാറി നിൽക്കാൻ പാടില്ല, ഇച്ചിരി കൂടെ ആക്റ്റീവാകണം. അപ്പം ജിഫേൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താണ് ചെയ്യുന്നത്, നിങ്ങളൊന്നും ആക്റ്റീവ് അല്ലല്ലോ, നിങ്ങൾ അനീഷിൻ്റെ പുറകെ നടക്കുന്ന ആ രീതിയിലാണ് സംസാരിക്കുന്നത്. ഏതായാലും ജിഫേലിനെ ആക്റ്റീവാക്കാൻ പോയി. ജിഫേൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പം സത്യം പറഞ്ഞാൽ ഇതുങ്ങളുടെ ഓട്ടമൊന്ന് കാണണമായിരുന്നു. ആ അവസ്ഥയാണ്. പിന്നെ ജിഫേൽ അങ്ങ് ആക്റ്റീവ് ആകുകയായിരുന്നു. ഇവർക്ക് എവിടെ പോയി ഒളിച്ചു എന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. പാട്ടായി, ഡാൻസായി, ഡയലോഗായി ജിഫേൽ അങ്ങ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പാവം പിടിച്ച് ജിഫേലാണെന്നാണ് എല്ലാവരും വിചാരിച്ചത്. എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി യാതൊരു പ്രശ്നമില്ലാതെ നിന്ന് ജിഫേലിനെയാണ് ഇവരെല്ലാവരും കൂടെ ചെന്ന് കുത്തിയിളക്കിയത്. ഇതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ബിഗ് ബോസിനെ പഠിപ്പിക്കാനാണ് ഇവർ പോയത്. ബിഗ് ബോസ് എങ്ങനെയാണെന്നും ഇതിങ്ങനെയൊക്കെ വേണമെന്നും പഠിപ്പിക്കാൻ പോയ ജിഫേൽ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇതിവർ ചിന്തിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം മലയാളത്തിൻ്റെ ഇരട്ടികളുടെ സംഭവങ്ങൾ നടക്കുന്ന ഹിന്ദി ബിഗ് ബോസിൽ നിന്നാണ് നമ്മുടെ ജിഫേൽ വരുന്നത്. ഹിന്ദി ബിഗ് ബോസിൽ പോയി എല്ലാ അടവുകളും പഠിച്ച ജിഫേൽ ഇവിടെ വന്ന് മലയാളം ബിഗ് ബോസ് എങ്ങനെയാണ്, എങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ അറിയാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നടത്തുന്നത്. അപ്പോൾ അവിടെ പോയാണ് ഈ കമ്പിട്ട് ഇളക്കി ജിഫേലിനെ ഉണർത്തിയത്. ജിഫേലിനെ ഉണർത്തി കഴിഞ്ഞപ്പം ഇതുങ്ങളുടെ ഒരു ആക്റ്റീവും പിന്നെ കണ്ടില്ല. ഇതുങ്ങളെല്ലാം പോയി മാളത്തിലൊഴിച്ച ഗതികേടാണ് ഇന്ന് നമ്മൾ കണ്ടത്. സത്യം പറഞ്ഞാൽ ഇതൊരു അത്യാവശ്യ കാര്യമായിരുന്നു. ആരെങ്കിലും ഇവരെ ഒന്ന് ആക്റ്റീവാക്കാൻ വേണമായിരുന്നു. സത്യം പറഞ്ഞാൽ ജിഫേലല്ലായിരുന്നു ആക്റ്റീവ് ആവേണ്ടത്. അതുപോലെ അക്ബറും ആര്യനും പിന്നെ അഭിലാഷും ബാക്കി ഷാനവാഫും ഇവരൊക്കെയാണ് ആക്റ്റീവ് ആവേണ്ടത്. ഇവരും കൂടെ ഒന്നും കൂടെ ആക്റ്റീവ് ആവണം. അനീഷ് ഒഴിച്ച് ബാക്കി ആരും ആക്റ്റീവല്ല എന്നുള്ളതാണ്. അവരെ ആക്റ്റീവാക്കാൻ ജിഫേലിന് കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും കമ്പിട്ടിളക്കി അതൊരു വല്ലാത്തൊരു പണിയാണ് അപ്പാനി ശരത്തും കൂട്ടരും മേടിച്ചത്. ഏതായാലും അത് അടിപൊളിയായിട്ടുണ്ട്. ജിഫേൽ പറയുന്നുണ്ട്, ഞാനൊരു ഗുണ്ടിയാണ്. അടിപൊളിയായി അല്ലേ?